പാറു, ഞാൻ പറയുന്നൊന്ന് മനസ്സിലാക്കണം. ഒന്നും മനസ്സിലാക്കാനില്ല. ഒരു വലിയ അബദ്ധ ഗിരിയേട്ടൻ ചെയ്യാൻ ഒരുങ്ങിയത്. കട പണയം വയ്ക്കാതെ ഒരു നിവൃത്തിയില്ല. രത്നയ്ക്ക് സ്ത്രീധനം കൊടുക്കാൻ ഇതല്ലാതെ വേറൊരു മാർഗം എന്റെ മുന്നിലില്ല. സ്ത്രീധനം സ്ത്രീധനം കൊടുക്കാതെ ഈ വിവാഹം നടക്കില്ലെങ്കിൽ അത് നടക്കാതിരിക്കാനാ നല്ലത്. പാറു, നീ എന്താ ഈ പറയുന്നത്? ഇന്നത്തെ കാലത്ത് സ്ത്രീധനം കൊടുക്കാതെ ഏത് കല്യാണമാണ് നടക്കുന്നത്? ചുരുക്കം ചില കല്യാണങ്ങൾ നടക്കുന്നുണ്ടാവാം. അല്ലാതെ സ്ത്രീധനം കൊടുത്തേ മതിയാവൂ, അതല്ലാതെ വേറെ വഴിയൊന്നുമില്ല. ഇപ്പൊ ഇവര് 25 പവനും 10 ലക്ഷം അല്ലേ ചോദിച്ചുള്ളൂ. അത് തന്നെ മഹാഭാഗ്യം എന്ന് കരുതിയാൽ മതി. ഇത് ഭാഗ്യമൊന്നുമല്ല, ദുരാചാരാണ്. നിയമം നിരോധിച്ചിട്ടും ഇന്നും നടക്കുന്ന ക്രിമിനൽ പ്രവൃത്തി. എനിക്കെന്തോ ഇതിനോട് ഒരിക്കലും യോജിക്കാനാവില്ല. സ്ത്രീ തന്നെയാണ് ധനം. അത് തിരിച്ചറിയുന്നവരോടൊപ്പം വേണം പെൺകുട്ടികളെ വിവാഹം കഴിച്ച് അയക്കേണ്ടത്. എങ്കിലേ അവർക്ക് ഭർത്താവിന്റെ വീട്ടില് നിലയും വിലയും അംഗീകാരം ഉണ്ടാവുള്ളൂ. ഗിരിയേട്ട രത്നയുടെ വിവാഹമാണോ നടത്താൻ പോകുന്നത്, അതോ സ്വർണവും പണവും കൊടുത്തൊരു കച്ചവടമാണോ? പെണ്ണിനേക്കാൾ മുൻതൂക്കം സ്ത്രീധനത്തിന് കൊടുത്ത് വിവാഹം ഉറപ്പിക്കാൻ വരുന്നവര് അസല് കച്ചവടക്കാരാ. അവരെ ആ കണ്ണിലെ കാണാൻ സാധിക്കൂ. ഗിരിയേട്ടനൊന്ന് ചിന്തിച്ചു നോക്ക്. ഞാൻ പറഞ്ഞത് ശരിയല്ലേ? എനിക്ക് ഗിരിയേട്ടനോട് ഒരു അപേക്ഷയുള്ളൂ. ദയവേത് സ്ത്രീധനം കൊടുത്ത് അനിയത്തിമാരെ കച്ചവട വസ്തു ആക്കരുത്. ഗിരിയേട്ടനെ പോലെ രത്നയെ സ്നേഹിക്കാൻ കഴിയുന്ന ഒരാളെ അല്ലേ രത്നയ്ക്ക് വരനായി കണ്ടെത്തേണ്ടത്. അല്ലാതെ സ്ത്രീധനത്തിന് പ്രാധാന്യം കൊടുക്കുന്ന ഒരാൾക്ക് അവളെ എത്രമാത്രം സ്നേഹിക്കാനാവും? രത്നയുടെ സന്തോഷത്തിനും ഗിരിയേട്ടന്റെ സമാധാനത്തിനും വേണ്ടിയാ ഞാനിത് പറയുന്നത്. ശരിയാ, ചിന്തിക്കുമ്പോ പാറു പറഞ്ഞ തന്നെ ശരി. സ്ത്രീധനം നോക്കി വരുന്നവർക്കല്ല, എന്റെ അനിയത്തിമാരെ സ്നേഹിക്കുന്നവർക്ക് വേണം ഞാൻ കൈപിടിച്ചു കൊടുക്കാൻ. പക്ഷെ അങ്ങനെ ഒരു പയ്യനെ ഞാൻ എവിടെ പോയി കണ്ടെത്തും? അന്വേഷിക്കണം. അത് മാത്രല്ല ഗിരിയേട്ട, ഒരു വിവാഹം നടത്താൻ ഒരുങ്ങുമ്പോ ഗിരിയേട്ടൻ പെങ്ങന്മാരുടെ അഭിപ്രായം കൂടി ചോദിക്കണം. അവരുടെ ഇഷ്ടം കൂടി അറിയാൻ ശ്രമിക്കണം. രത്നയുടെ കാര്യത്തില് ഗിരിയേട്ടൻ അത് ചെയ്തോ? ഇല്ലല്ലോ. അല്ല, ഇതുവരെ എന്റെ ഇഷ്ടങ്ങൾക്ക് അവരാരും ഒരു എതിർപ്പും പറഞ്ഞിട്ടില്ല. എന്റെ ഇഷ്ടം എന്താണോ അത് തന്നെയാണ് അവരുടെയും. എന്നാ വിവാഹ കാര്യത്തിൽ അത് പോരാ. പെൺകുട്ടികളുടെ മനസ്സ് കൃത്യമായിട്ട് അറിഞ്ഞിരിക്കണം. ഒരുപക്ഷെ അവര് മനസ്സുകൊണ്ട് വേറെ ആരെങ്കിലും ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിലോ? ഏയ്, അവരാരും അങ്ങനെ. ഗിരിയേട്ടൻ എന്താ അതിലിത്ര ഉറപ്പ്? ഇപ്പൊ തന്നെ രത്നയുടെ മനസ്സിൽ ആരെങ്കിലും ഉണ്ടോന്ന് ഗിരിയേട്ടൻ ചോദിച്ചോ? അങ്ങനെ എന്തെങ്കിലും ഉണ്ടെന്ന് അവള് പറഞ്ഞോ? അതൊക്കെ രത്നയോട് നേരിട്ട് ചോദിച്ചാ മതി. ഏതായാലും പരസ്പരം ഇഷ്ടപ്പെടുന്നവരല്ലേ ഒരുമിച്ച് ജീവിക്കണ്ടേ? എന്താ അതല്ല വേണ്ടത്? ആദ്യം ഗിരിയേട്ടൻ പോയി രത്നയോടൊന്ന് സംസാരിക്കും. എന്നിട്ട് എന്ത് വേണമെന്ന് തീരുമാനിക്കും. അപ്പൊ കട പണയം വെക്കുന്ന കാര്യം